മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യങ്ങളെല്ലാം മുത്തശ്ശി വിളിച്ച് കരുണയോട് പറയുന്നു. അങ്ങനെ കമലേശ്വരം വീട്ടിലുള്ള എല്ലാവരും അറിയുന്നുണ്ട്. അധികം താമസിക്കാതെ തന്നെ മേഘനാഥനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം മുത്തശ്ശി ഒന്ന് സൂചിപ്പിച്ചിരുന്നു. കാരണം പ്രതാപനെതിരെയും മേഘനെതിരെയാണ് കണ്ണൻ പരാതി കൊടുത്തതെന്നുള്ള കാര്യം ആ ഡമ്മി പോലീസ് പറഞ്ഞ് അവർ കേട്ടിരുന്നു. ആ കാര്യങ്ങളെല്ലാം കരുണയോടെ പറഞ്ഞ് കരുണ വഴി ദുർഗാമ്മ അറിയുന്നുണ്ട്. മഞ്ജുവും മേഘനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് അധികം നാൾ പോലും ആയിട്ടില്ല. അതിനുള്ളിൽ മേഘനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാകും. മാത്രമല്ല എൻ്റെ മോളുടെ ഭാവി എന്താകും? എന്തായാലും കണ്ണനെ വിളിച്ചൊന്ന് സമാധാനിപ്പിച്ച് നോക്കാമെന്നൊക്കെ ദുർഗാമ്മ പറയുന്നത് കേട്ടിട്ട് ഉണ്ണി പറയുന്നു, അമ്മ വിളിക്കുന്നെങ്കിൽ വിളിച്ചോ, പക്ഷേ കണ്ണേട്ടൻ അതൊന്നും കേൾക്കാൻ പോകുന്നില്ല. കാരണം മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവനാ. മഹാലക്ഷ്മി കാണാതായതിൻ്റെ പിന്നിൽ മേഘേട്ടനോ അല്ലെങ്കിൽ കരുണയുടെ അച്ഛനോ ആയിരിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം, നമ്മുടെ മോളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമല്ലേ. അന്ന് മോനെ തന്നെ കള്ളപ്പണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറയുന്ന വാർത്ത നാട്ടുകാർ മൊത്തം അറിഞ്ഞ് എന്തുമാത്രം നാണക്കേടാണ് ഉണ്ടായെന്നറിയാമോ? അതുപോലെ തന്നെയാണ് ഇതും. മോളുടെ ഭർത്താവ് ജയിലിലാന്ന് പറയുന്നത് എന്തുമാത്രം നാണക്കേടാ. കല്യാണം കഴിഞ്ഞിട്ട് അധികം നാൾ പോലും ആകാതെ കണ്ണനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ണനെ വിളിക്കുന്നുണ്ട്. കോളെടുത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ വിളിച്ചേ? മോൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ തന്നെ വിളിച്ചതാ. തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയിട്ട് ഇത്തവണത്തെ ചികിത്സ കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? മോൻ്റെ ഇടതുകാലിൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങിയോ? അന്നേരം കണ്ണൻ ചോദിക്കുന്നു, പതിവില്ലാത്ത സ്നേഹത്തിന് പിന്നിൽ എന്ത് ചതിയാണ് മറിഞ്ഞിരിക്കുന്നത്? അന്നേരം ദുർഗാമ്മ ചോദിക്കുന്നു, നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? അന്യരോട് പറയുന്നത് പോലെ. എനിക്ക് നീയും മഞ്ജു ഉണ്ണിയെല്ലാം ഒരുപോലെ തന്നെയാണ്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അത് വാക്കിൽ മാത്രം കാണിച്ചാൽ പോരാ, പ്രവൃത്തിയിലും വേണം. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം ആ മഹാലക്ഷ്മി നിന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുക, ഞങ്ങളീ നകറ്റാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വെറുതെ കുത്തുവാക്ക് പറയാൻ വേണ്ടിയിട്ടാണോ വിളിച്ചത്? എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചറിയിച്ചേക്കാം എന്നൊക്കെ കണ്ണൻ ചൂടായി പറയുമ്പം ദുർഗാമ്മ പറയുന്നു, അല്ല മോനെ, മഹാലക്ഷ്മി കാണാനില്ലെന്നൊക്കെ പറയുന്നത് കേട്ടു. അവൾ എവിടാണെന്ന് കാണാൻ വല്ല അറിവും കിട്ടിയോ? അത് എന്നെക്കായും കൂടുതൽ അറിയാവുന്ന നിങ്ങൾക്കൊക്കെ തന്നെയല്ലേ എന്ന് കണ്ണൻ ഒന്ന് തിരിച്ചു കുത്തി പറയുന്നുണ്ട്. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? ആദ്യം തന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ മോളുടെ ഭർത്താവായ മേഘൻ്റെ പിന്നാലെ നടന്നവളാണ് ഈ പറയുന്ന മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ. അവളുടെ സ്വഭാവം ശരിയല്ല. അവളെ എന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നോ അവളുടെ ചൊൽപ്പടിക്ക് മാത്രം നീ നിൽക്കുന്നത് കണ്ടിട്ട് നിയന്ത്രണം വിട്ട് ഞാൻ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. എന്ന് കരുതി എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല. അവളുടെ സ്വഭാവം ശരിയല്ല മോനെ. ഇപ്പം തന്നെ ആ സുരേഷ് എന്ന് പറയുന്ന ഡ്രൈവറുമായിട്ട് അതിരുവിട്ട ബന്ധമായിരുന്നു അവൾക്കുള്ളത്. അതൊന്നും ഞാൻ നിന്നോട് പറയാതിരുന്നത് നീ അതൊന്നും കേട്ടാൽ വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം. അവളെ കാണാതായതിൻ്റെ പിന്നിൽ അവനുമായിട്ട് ഒളിച്ചോടി പോയതാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട എനിക്കറിയാൻ. അതുകൊണ്ട് ഇതുപോലുള്ള തോന്നിവാസം മേലി പറഞ്ഞു പോകരുത് എന്ന് കണ്ണൻ വാൺ ചെയ്യുമ്പം ദുർഗാമ്മ ചോദിക്കുന്നുണ്ട്, സ്വന്തം കുടുംബത്തിലുള്ളവരെയാണോ നീ അവിശ്വസിക്കുന്നത്? കർണമോളുടെ അച്ഛനെതിരെയും മേഘനാഥനെതിരെയും കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറയുന്നത് കേട്ടു. മഹാലക്ഷ്മിയെ കാണാതായതിൻ്റെ പേരിൽ ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല മോനെ. സ്വന്തം കുടുംബത്തിലുള്ളവർ നിനക്കെതിരെ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം തന്നെ മഞ്ജുമോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പം വേണ്ടുന്ന സ്വർണ്ണോ പണോ ഒന്നും കൊടുത്തു വിട്ടില്ല. അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് സീമന്തിനി അമ്മായിക്ക് ഇപ്പോഴും ഉണ്ട് അവളോട്. ഈ കേസും കൂടി ആകുമ്പോഴത്തേക്കും സീമന്തിനി അമ്മായി ഇനി എങ്ങനെ മഞ്ജുമോളോട് പെരുമാറുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. നീ അവളുടെ ഭാവി കളയരുത് എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മക്കളുടെ ഭാവി എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയോ എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടോ ഇല്ല. അന്നേരം ദുർഗാമ്മ പറയുന്നുണ്ട്, അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? 12ാമത്തെ വയസ്സിൽ നിൻ്റെ അച്ഛൻ മരിച്ചുപോയി. നീ വീൽ ചെയറിലായിരുന്ന കാലം മുതൽ നീ മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ച് കമലേശ്വരം വീട്ടിൽ കൊണ്ടുവരുന്ന ആ കാലം വരെയും ഞാൻ തന്നെയല്ലേ നിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ളത്. എൻ്റെ അമ്മയുടെ പേരിൽ കുറേ സ്വത്തുക്കളും കമ്പനികളും ഉള്ളതിൻ്റെ പേരിൽ മാത്രം നിങ്ങളെന്നെ നോക്കി. ശരിക്കും ആത്മാർത്ഥമായിട്ട് നിങ്ങളെന്നെ സ്നേഹിച്ചിരുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ നടക്കുന്നത് പോലെ തന്നെ ഞാനും നടന്നിരുന്നേനെ. എൻ്റെ മരുന്നിൽ മായം കലർത്തിയില്ലെന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് 12ാമത്തെ വയസ്സിൽ തന്നെ എനിക്ക് കിട്ടേണ്ടിയിരുന്ന ചികിത്സ കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളുടെ മക്കൾ നടക്കുന്നത് പോലെ നടന്നിരുന്നേനെ. എൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നശിപ്പിക്കാനേ നിങ്ങൾ നോക്കിയിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായിരുന്നവളെ പോലും തല്ലി അണയ്ക്കാൻ നോക്കുന്നു. അങ്ങനെയുള്ള നിങ്ങളോട് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാനാകില്ല എന്നൊക്കെ കണ്ണൻ ചൂടായി പറയുന്നു. പലതവണ എന്നെ എൻ്റെ ഭാര്യയായ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആൾക്കാരെ വിട്ടു. കഴിഞ്ഞ തവണ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്ന ആ സമയം ഉൾപ്പെടെ ഇത്തവണ എൻ്റെ മഹാലക്ഷ്മിയെ കാണാതായത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് ആ മേഘനാഥന് പകരം ഞാനായിരുന്നു ആ കാറിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ പോലും ഇന്ന് കാണില്ല. ആ കാര്യവും എനിക്കറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല.
തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളെ ആരെയും അവിടെ കണ്ടുപോകരുത്. എൻ്റെ വീട്ടിലോ കമ്പനികളിലോ നിങ്ങൾ ആരും ഇനി വന്നു പോകുകയോ സഹകരിക്കുകയോ ചെയ്യരുത്. അതല്ല എൻ്റെ വാക്ക് മറികടന്ന് അവിടെ തന്നെ താമസിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അമ്മയും സഹോദരങ്ങളെയും അടിച്ചിറക്കിയെന്നുള്ള പേര് എനിക്ക് കേൾക്കുന്നതിനും ഇനി നാണക്കേടൊന്നുമില്ല. നിങ്ങൾ അത്രമാത്രം ദ്രോഹമാണ് എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേട്ട് ദുർഗാമ്മ പറയുന്നുണ്ട്, ഇന്നലെ കണ്ടവൾക്ക് വേണ്ടിയിട്ട് അമ്മയും സഹോദരങ്ങളെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? അന്നേരം കണ്ണൻ ചോദിക്കുന്നു, എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു എങ്കിൽ നിരന്തരം ദ്രോഹിക്കുന്നവരെ ഇതുപോലെ കൂടെ ചേർത്ത് നിർത്തുമോ? എന്നെ നിങ്ങൾ അടിച്ചിറക്കി വിട്ടേനെ. നിങ്ങളെ ഇറക്കി വിടേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു എന്ന് എനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട്. എന്നെക്കൊണ്ട് ഈ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കാൻ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. എൻ്റെ കാര്യത്തെക്കായും ഞാൻ പ്രാധാന്യം കൊടുത്തത് എൻ്റെ സഹോദരങ്ങളുടെയും അമ്മയുടെയും കാര്യങ്ങൾ തന്നെയായിരുന്നു. എന്ത് സഹായം ചോദിച്ചാലും അതിനിരട്ടി തരണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സ്. പക്ഷേ ഇത്രയധികം സഹായം ചെയ്ത എന്നെ എൻ്റെ ഭാര്യയും നിഷ്കരുണം കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഈശ്വരൻ്റെ കൃപയാൽ ഇത്രയധികം കുറവുകളുള്ള എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും നിങ്ങൾ ശ്രമിച്ചു. അതൊന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒടുവിൽ അവളുടെ ജീവൻ തന്നെ അപഹരിക്കാൻ നോക്കുകയാണോ? പിന്നെ നിങ്ങൾ പറഞ്ഞു എൻ്റെ മഹാലക്ഷ്മിയുടെ സ്വഭാവം കൊള്ളില്ലെന്ന്. ഇത്രയും നാൾ കൂടെ ജീവിച്ച അവളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് മറ്റാരേക്കായും നന്നായിട്ടറിയാം. നിങ്ങൾ കാണിക്കുന്ന സ്നേഹമെല്ലാം സത്യസന്ധമാണെന്ന് കുറേ വർഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് സ്നേഹം നടിച്ചു നിൽക്കുന്നതെന്ന്. എൻ്റെ ഭാര്യയായ മഹാലക്ഷ്മിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. നിയമപരമായും സാമ്പത്തികമായിട്ടും അവരെ എല്ലാം ഞാൻ തകർത്തിരിക്കും. എന്നെ എൻ്റെ ഭാര്യയായ മഹാലക്ഷ്മിയെ അപായപ്പെടുത്തി സ്വത്തുക്കളെല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ ഈ ക്രൂരത കാണിക്കുന്നത്? എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോ, എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വത്തുക്കളൊന്നും നിങ്ങൾക്ക് കിട്ടാത്ത രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിരിക്കും. ഇത് കണ്ണൻ പറയുന്ന വാക്കാന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞമ്മേ? അവൻ ഒരു വിധത്തിലും അടുക്കുന്നില്ല മോനെ. അവളുടെ തലയണ മന്ത്രത്തിൽ അവൻ്റെ സ്വഭാവം ആകെ മാറിയില്ലേ? അവളെ കാണാത്തൻ്റെ ദേഷ്യം അവന്. മാത്രമല്ല ഇനി അവൾ ജീവിച്ചിരിപ്പില്ലെന്നറിയുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇപ്പം തന്നെ പറയുന്നു തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് അവൻ വരുമ്പോഴത്തേക്കും അവൻ്റെ കമ്പനിയിലോ വീട്ടിലോ നമ്മൾ ആരും കണ്ടുപോകരുത്, ഇറങ്ങിപ്പൊക്കോണമെന്ന്. അതെല്ലാം കേട്ടിട്ട് കരുണയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും മഹാലക്ഷ്മി എന്ന് പറയുന്നവളുടെ ശല്യം തീർന്നു. അധികം താമസിക്കാതെ തന്നെ കണ്ണനെ അങ്ങ് തീർത്ത് അവളോടൊപ്പം തന്നെ പറഞ്ഞയക്കാം എന്നൊക്കെ കരുണ പറയുന്നത് കേട്ടിട്ട് ഉണ്ണി ചൂടായി പറയുന്നു, മണ്ടത്തരം പറയല്ലേ കരുണേ. അധികം താമസിക്കാതെ 2 പേർക്കും അപകടമുണ്ടായി മരിച്ചു എന്ന് പറഞ്ഞാൽ നാട്ടുകാരായാലും നിയമത്തിന് മുന്നിലായാലും നമ്മളെ സംശയിക്കൂ. സ്വത്ത് കിട്ടത്തുമില്ല, കൂട്ടത്തോടെ ജയിലിൽ പോയി കിടക്കേണ്ടിയും വരും എന്നൊക്കെ പറഞ്ഞ് അവസാനിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.